അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏറെ സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, ഇന്ന് അറബിക് ഗ്രാമറിന്റെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ മത്സര പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കൊക്കെ ഉപകാരമുള്ള ഒരു ടോപ്പിക്കാണല്ലോ അറബിക് ഗ്രാമർ. അതിന്റെ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ജൂലൈ 2025 നടന്ന സെറ്റ് അറബിക് പേപ്പറിൽ വന്ന ചോദ്യങ്ങളാണ് തുടക്കത്തിൽ നമുക്കുള്ളത്. നോക്കാം. ലഫ്ലുൻ യദുല്ലു അല ഹദദിൻ ബിദൂനി ഇഖ്തിറാനിൻ മിന സമൻ. ഒരു പദം യദുല്ലു അല ഹദദിൻ, അതൊരു സംഭവത്തെ കുറിക്കുന്നു. ബിദൂനി ഇഖ്തിറാനിൻ മിന സമൻ, ഒരു കാലത്തോടും ചേരാതെ, ഒരു കാലത്തിന്റെ ഒപ്പം ചേരാതെ എന്ന് പറഞ്ഞാൽ ഇന്ന് നടന്നതെന്നോ നാളെ നടക്കുന്നതെന്നോ ഇല്ല ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതെന്നൊന്നും അർത്ഥം ഇന്ന് കിട്ടൂല. അങ്ങനത്തെ ഒരു പദം ഇതിലുണ്ട്. അത് ഫിഅലാണോ, ഫാഇലാണോ, മഫ്ഊൽ ബിഹി ആണോ, മസ്ദറാണോ? ഏതാണത് എന്ന് കമന്റ് ചെയ്താണ് കമന്റ് ബോക്സിൽ. ഏതാണ്? ഓക്കെ ഓക്കെ, ഡി ആണ് ശരിയായ ഉത്തരം. മസ്ദറാണ്. മസ്ദർ ചെയ്യൽ എന്ന് ഒരു ഉദാഹരണം, അല്ലെങ്കിൽ കൊല്ലൽ, ഉറങ്ങൽ എന്നൊക്കെ പറയുമ്പോ അത് ഏതെങ്കിലും ഒരു കാലവുമായി ബന്ധമില്ല. എന്നാൽ ഫാഇല് മഫ്ഊൽ ബിഹി ഒക്കെ ചില സമയത്ത് കാലവുമായി ബന്ധം ഉണ്ടാവാം. ചില സമയത്ത് അന ഫാഇലുഹു എന്ന് പറഞ്ഞാൽ ഞാൻ അത് ചെയ്യുന്നവനാണ്. അന ഫാഇലുഹു എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാൻ പോകുന്നവനാണെന്ന് അവിടെ അർത്ഥമുള്ളത്. ചില സന്ദർഭങ്ങളിൽ ഫാഇലും മഫ്ഊലും മാളിയുടെയും അതുപോലെ മുളാരിന്റെയും അല്ലെ ഹാലിന്റെ ഒക്കെ അർത്ഥം കിട്ടും. ഓക്കെ, അടുത്തത് യകൂനു ളർഫു, ളർഫാകുന്നു മർഫൂഅൻ, മൻസൂബൻ, മജ്റൂറൻ, മബ്നിയൻ. ളർഫ് എന്തായിട്ട് ഉണ്ടാവുക? മർഫു ആയിട്ട് റഫ് ചെയ്യപ്പെട്ട നിലക്കോ, നസ്ബാണോ, ജറാണോ, മബ്നിയാണോ? എന്താണ് ളർഫിന് എന്താ ഉണ്ടാവുക? മറന്നുപോയോ? നോക്കാം. മൻസൂബായിരിക്കും. ളർഫിന് നസ്ബായിരിക്കും. റഅയ്തുഹു ലൈലൻ, ഞാൻ അയാളെ രാത്രി കണ്ടു എന്ന് പറയുമ്പോൾ ലൈലൻ നസ്ബല്ലേ? ഓക്കെ, ഇനി ഉത്തരം കിട്ടണമെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു ഊഹം വെച്ചിട്ട് ഉത്തരം എത്തിക്കോളൂ. ഇപ്പോ ലൈസ മിനൽ മൻസൂബാത്ത്, അറബി ഭാഷയിൽ സദാസമയവും നസ്ബ് ചെയ്യപ്പെടുന്ന കുറെ സാധനങ്ങൾ, കുറെ കാര്യങ്ങളുണ്ട്. അതിൽ പെട്ടതല്ല ഇതിലൊന്ന്. എന്ന് പറഞ്ഞാൽ തൗക്കീദ്, ഹാല്, മഫൂൽ ബിഹി, ഖബറു കാന വഅഖ്വാതിഹ, ഇവയിൽ മൂന്നെണ്ണത്തിനും എപ്പോഴും നസ്ബായിരിക്കും. ഈ 4 ഓപ്ഷനിൽ മൂന്നെണ്ണത്തിനും എപ്പോഴും നസ്ബായിരിക്കും. ഒന്നിന് നസ്ബാവൂല. അതേതാ നസ്ബല്ലാത്തത്? ഓക്കെ, ഏതാ നസ്ബല്ലാത്തത്? ഏതാണ്? എഴുതിയോ? കുറച്ചാളും കൂടി എഴുതാണ്ട്. ഇത്ര നോക്കാം അല്ലെ. തൗക്കീദാണ്. എ ആണ് ശരിയായ ഉത്തരം. തൗക്കീദ്. തൗക്കീദ്. ബാക്കി മൂന്നും ഹാലിന് എപ്പോഴും നസ്ബായിരിക്കും. ഒരു ഉദാഹരണം നോക്കാം നമ്മള്. ഹാലിന്റെ ഒരു ഉദാഹരണം. ജാഅ സൈദുൻ മാഷിയൻ. ഇതിലേതാ ഹാല്? കമന്റ് ചെയ്താണ്. ഏതാ ഹാല്? അപ്പൊ അതേതാണെന്ന് കമന്റ് ചെയ്താൽ മതി. യെസ്, മാഷിയൻ എന്നുള്ളതാണ്. ആ മാഷിയൻ നസ്ബാണല്ലോ അല്ലെ. ഇനി മഫ്ഊൽ ബിഹി ഒരു ഉദാഹരണം പറയാം. റഅയ്തു സൈദൻ. ഏതാ മഫ്ഊൽ ബിഹി? ഏതാണ് മഫ്ഊൽ ബിഹി? റഅയ്തു സൈദൻ. യെസ്, സൈദൻ എന്നുള്ളതാണ് മഫ്ഊൽ ബിഹി. അതിനും നസ്ബാണ്. യെസ്, സൈദൻ. ഇനി ഖബറു കാന വഅഖ്വാതിഹി, കാന, കാനല്ലാഹു ഗഫൂറ, കാനല്ലാഹു ഗഫൂറ. ഇതിൽ കാനയുടെ ഖബർ ഏതാ? യെസ്, കാനയുടെ ഖബർ ഗഫൂറ. അതിനും നസ്ബാണ്. ഇനി തൗക്കീദിനൊരു ഉദാഹരണം കിട്ടണോ? നോക്കിയാലോ. തൗക്കീദിനൊരു ഉദാഹരണം. ഹാദാ സൈദുൻ നഫ്സുഹു, ഹാദാ സൈദുൻ നഫ്സുഹു. ഇതിലേതാ തൗക്കീദ്? ഏതാണ് തൗക്കീദ്? യെസ്, നഫ്സുഹു ആണ്. റഫാണല്ലോ. എപ്പോഴും റഫാവോ? വേറൊരു ഉദാഹരണം കൂടി നോക്കാം. ഇത് എന്താണ്? ഇതിന്റെ അർത്ഥം എന്താണ്? ഹാദാ സൈദുൻ നഫ്സുഹു, ഇത് നഫ്സ്, ഇത് സെയ്ദ് തന്നെയാകുന്നു എന്നുള്ള അർത്ഥം. സെയ്ദ് തന്നെയാകുന്നു, തന്നെ എന്നുള്ള ഊന്നൽ കിട്ടാൻ വേണ്ടിയാണ്. ഇനി റഅയ്തു ഒക്കെ നമ്മള്. റഅയ്തു സൈദൻ
എന്ന് പറയുമ്പോൾ നഫ്സഹു എന്നാണ് വേണ്ടത്. കാരണം മുമ്പത്തിന്റെ ഇറാബാണ് ഉണ്ടാവുക. സൈദൻ നഫ്സഹു. ഇവിടെ എന്തിട്ട് നഫ്സ നഫ്സ എന്നുള്ള പദമാണ്, മറ്റേത് വേറൊരു പദമാണല്ലോ, ഹു മുലാഫിലിഹിയാണ്. അപ്പൊ ഇവിടെ നസ്ബാണ്. അപ്പൊ ഇവിടെ റഫ്, ഇവിടെ നസ്ബ്, പിന്നെ ചിലടത്ത് ജെറും കിട്ടും. അപ്പൊ തൗക്കീദിന് തരം പോലെ നിറം മാറാൻ പറ്റും. ഒന്നിനല്ല എങ്ങനെ മാറാൻ പറ്റുക? അതേപോലെ തൗക്കീദിനും തരം പോലെ നിറം മാറാം. ഫായിലാണെങ്കിൽ റഫ്. യെസ്. അടുത്ത ചോദ്യം നോക്കാം അല്ലെ. ഇസ്മുൻ യുദ്കറു ലി ബയാനിൽ മുറാദി മിൻ ഇസ്മിൻ സാബിഖിൻ. ഇസ്മുൻ അതൊരു ഇസ്മാണ്. യുദ്കറു അതിനെ പറയപ്പെടുന്നത് ലി ബയാനിൽ മുറാദി, ഉദ്ദേശം വിശദീകരിക്കാനാണ്. ഉദ്ദേശ്യം വിശദീകരിക്കാൻ. മിൻ ഇസ്മിൻ സാബിഖിൻ, മുമ്പുള്ള നാമത്തിന്റെ ഉദ്ദേശം വിശദീകരിക്കാൻ ഉപയോഗിക്കപ്പെടുന്ന, പരാമർശിക്കപ്പെടുന്ന ഇസ്മിന് എന്ത് പറയും? തൗക്കീദ്, നഅത്ത്, മുസ്തത്ന, തംയീസ്, എന്താണ് പറയാ? ഓക്കെ, നഅത്ത് എന്നാണ് പറയുക അല്ലെ. നഅത്ത് എന്നാണ് പറയാ. ഒരു ഉദാഹരണം നോക്കാം. ഹാദാ സൈദുൻ ആലിമുൻ. ഇതിലെ നഅത്ത് ഏതാണ്? ഹാദാ സൈദുൻ ആലിമുൻ. ഇതിലെ നഅത്ത് അതെ, ആലിമുൻ എന്നതാണ് നഅത്ത്. അപ്പൊ ഇസ്മുൻ, നഅത്ത് എന്നുള്ളത് ഒരു ഇസ്മാണ്, ആലിം എന്നുള്ള ഒരു ഇസ്മാണ്. യുദ്കറു ആലിം എന്നുള്ളതിനെ ഈ ജുംലയിൽ പറയപ്പെട്ടത്, ലി ബയാനിൽ മുറാദി, ഉദ്ദേശ്യം വിശദീകരിക്കാനാണ്. മിൻ ഇസ്ബിൻ സാബിഖിൻ, അറാദ മിൻ എന്നാണ് പറയാ, അതുകൊണ്ടാണ് മിൻ അവിടെ വന്നത്. ലി ബയാനി മുറാദി ഇസ്മിൻ സാബിഖ് എന്ന് പറഞ്ഞാലും മതി, മുമ്പുള്ള ഇസ്മിന്റെ അഥവാ സൈദുൻ എന്ന ഇസ്മിന്റെ ഉദ്ദേശം വിശദീകരിക്കാനാണ്. സൈദുൻ എന്നുള്ള ഇസ്മു എന്ന് പറഞ്ഞാൽ ആരാണ് ഉദ്ദേശിച്ചത്? പണ്ഡിതനായ സൈദിനെയാണ് ഉദ്ദേശിച്ചത് എന്ന് പറയാൻ വേണ്ടിയാകുന്നു. റെഡിയായോ? ഓക്കെ. അടുത്തത് ഇസ്മുൻ മുഅറബുൻ ആഖിറുഹു അലിഫുൻ ലാസിമത്തുൻ മഫ്തൂഹും മാ ഖബ്ലഹ. മുഅറബായ ഇസ്മാകുന്നു, അതിന്റെ അവസാനം ലാസിമായ അലിഫുണ്ട്, അഥവാ അവസാന അലിഫ്. ചിലപ്പോ കാഴ്ചക്ക് യാവ് പോലെ ഉണ്ടാവുമെങ്കിലും അത് അലിഫാണ്. മഫ്തൂഹുൻ മാ ഖബ്ലഹ, ആ അലിഫിന് മുമ്പ് ഫത്ഹാകുന്നു. അലിഫിന് മുമ്പുള്ളത് ഫത്ഹാക്കപ്പെട്ടതാകുന്നു, ഫത്ഹുള്ള അർക്കത്താകുന്നു അർത്ഥം. ഏതാണ്? മൻഖൂസ് ആണോ, മഖ്സൂർ ആണോ, മംദൂദ് ആണോ, മുഖദ്ദറത്താണോ? ഉത്തരം നോക്കാം. മഖ്സൂറാണ്. മഖ്സൂറായ ഇസ്മിന്റെ നിർവചനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇസ്മുൻ മുഅറബുൻ ആഖിറുഹു അലിഫുൻ ലാസിമത്തുൻ മഫ്തൂഹുൻ മാ ഖബ്ലഹ. ഒരു ഉദാഹരണം പറഞ്ഞു നോക്കാം. പറഞ്ഞാണി, അറിയുന്നവര് ഒരു ഉദാഹരണം, ഓരോരോ ഉദാഹരണം അറിയുന്നവര് പറഞ്ഞോളൂ. മഖ്സൂറായ ഇസ്മിന് ഒരു ഉദാഹരണം. സഹറ എന്നൊരു ഉദാഹരണം വന്നിട്ടുണ്ട്, അസ എന്ന് വന്നിട്ടുണ്ട്, സൽമ എന്ന് വന്നിട്ടുണ്ട്. പിന്നെന്താണ്? നജ എന്നാണോ? നജ. നമുക്ക് ഇസ്മല്ലേ വേണ്ടത്, ഇസ്മുൻ മുഅറബാണ്. പിന്നെ ജറ, ഫത്ത വന്നുണ്ട്, അത് ഓക്കെയാണ്. ഫത്ത ഓക്കെയാണ്. എത്ര ഇസ്മുകൾ നേരെ കിട്ടി? അസ ഇസ്മാണല്ലോ, അസ ഓക്കെ. അവസാനം അലിഫുൽ ലാസിമയാണ്, അതിനു മുമ്പ് ഫത്ഹാണ്, സ്വാദിന് ഫത്ഹാണ്. പിന്നെ സൽമ, സൽമ അതും അങ്ങനെ തന്നെയാണ്, സൽമ. പിന്നെ ജറയും പിന്നെ നജയ്ക്ക് ഫേലുകളല്ലേ. ഫത്ത, ഹുദ, അതൊക്കെ തന്നെയാണ്, ആ ഇനത്തിൽ പെട്ടതാണ്. ഇനി അടുത്തത്, ഇതിൽ ഇനി മറ്റ് ഇനങ്ങളൊന്നും നോക്കാം. മങ്കൂസ് ആയസ്മിന് ഒരു ഉദാഹരണം പറഞ്ഞാണ്. മങ്കൂസ്, മങ്കൂസ് ആയസ്മിന് ഒരു ഉദാഹരണം. ഖാലി, യെസ്, ഖാലി ഒരു ഉത്തമ ഉദാഹരണമാണ്. പിന്നെ വാഫി, യെസ്, വാഖി, ജാനി, ദാനി, ഖാസി, ഖല, ദാഴി, റമ, റാമി, റഅ, റായി, ഈ സാധനം ഇങ്ങനത്തെ ദാഴി. അവസാനം യാ, പുള്ളിയുള്ള യാ വരുന്നതൊക്കെ മങ്കൂസാണ്. ഇനി മംദൂദിന് ഉദാഹരണം പറയാം. നമ്മുടെ ഉദാഹരണത്തിൽ ആദ്യം വന്ന ഉദാഹരണം മംദൂദിൻ്റെതായിരുന്നു. ഏതായിരുന്നു? സഹ്റാ. പിന്നെ പിന്നെ സഹ്റാ. പിന്നെയോ സമ്രാ, ഹംറ, ലൈല, ലൈല അവസാനം ഒന്ന് വന്നിരിക്കുന്നു.
പിന്നെ ഓക്കെ, അതാണ് മംദൂദ്. മംദൂദായ ഇസ്മ. മദ്ദുള്ള ഇസ്മ അവസാനം ഹംസും അതിനു മുമ്പ് അലിഫും വരുമ്പോ അതിന് മംദൂദായ ഇസ്മ എന്ന് പറയാം നമുക്ക്. ഓക്കെ, അടുത്ത ചോദ്യം. ഇഖ്തരി സ്വഹീഹ മിനൽ ആത്തിയ. പിന്നെ മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നത് മുഖദ്ദറത്ത് എന്നാണ് സങ്കല്പിക്കുന്നത്. അതിന് ഈ മങ്കൂസ് മക്സൂർ മംദൂദിൽ പ്രത്യേക സ്ഥാനമൊന്നുമില്ല. അതിന്റെ ചർച്ചയുമായി ബന്ധപ്പെട്ട ഒന്നല്ലല്ലോ. അടുത്ത നോക്കാം. ഇഖ്തരി സ്വഹീഹ മിനൽ ആത്തിയത്ത് ലുഗത്തൻ. ഭാഷാപരമായി താഴെയുള്ളതിൽ നിന്നും ശരിയായത് ഏതാണ്? അറാദ സഇഹാനെ യദ്ഹബാനി ഇലാ ഖറിയതൈഹിമൽ ഖദീമതൈൻ. അറാദ സഇഹാനി അൻ യദ്ഹബാ ഇലാ ഖറിയതൈഹിമൽ ഖദീമതൈൻ. അറാദ സഇഹാനി യദ്ഹബാനി ഇലാ ഖറിയതൈഹിമാ അൽ ഖദീമതൈ. അറാദ സഇഹാനി യദ്ഹബാ ഇലാ ഖറിയതൈഹിമാ അൽ ഖദീമതൈനി. ഏതാണ് ശരി? ഒന്ന് മാത്രമല്ലേ ശരിയുള്ളൂ. ഏതാണ് ശരി? ഏതാണ് ശരിയായത്? എല്ലാവരും എഴുതി കൂടി ആലോചിച്ച് നോക്കുകയാണോ? ഓക്കെ, വായിച്ചു നോക്കിയായിരിക്കും അല്ലേ? ഓക്കെ, കിട്ടിയോ? ഓക്കെ, ഒരുപാട് പേര് ഉത്തരം എഴുതിയിട്ടുണ്ട്. ശരിയാണ്. അറാദ സഇഹാനി യദ്ഹബാ ഇലാ ഖറിയതൈഹിമൽ ഖദീമതൈനി എന്നുള്ളതാണ് ശരി. ഇതില് ബാക്കിയുള്ള ഒന്ന് പരിശോധിച്ച് നോക്കാം. ഒന്നാമത്തേത് എത്ര തെറ്റുകൾ കണ്ടെത്താൻ പറ്റും? ഒന്നാമത്തേതിൽ എത്ര തെറ്റുണ്ട്? ഒന്ന് സാവധാനം ഒന്ന് ഡിസ്കസ് ചെയ്ത് നമുക്ക് പോവാം. ഒന്നാമത്തേതിൽ എത്ര തെറ്റുണ്ട്? തെറ്റുകളുടെ എണ്ണം എഴുതിയാൽ മതി. യെസ്, ഒരു തെറ്റാണുള്ളത് എന്ന് ഒരാൾ എഴുതിയിട്ടുണ്ട്. ഇനി ഒരാളും കൂടി, രണ്ടാളെങ്കിലും കണ്ടെത്തിയാൽ യെസ്, ഒരു തെറ്റാണുള്ളത്. രണ്ട് തെറ്റ്. ഓക്കെ, രണ്ട് തെറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. ഏതൊക്കെയാ? ഒന്നാമത്തെ തെറ്റ് ഏതാണ്? യദ്ഹബാനി എന്നുള്ള നൂൻ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അത് അഫ്ആലുൽ ഖംസയിൽ പെട്ടതാണ്. ഓക്കെ, ഒന്നത്. രണ്ടാമത്തേതോ? രണ്ടാമത്തെ ഏതാ? രണ്ടും മൂന്നൊക്കെ കണ്ടെത്തിയവരുണ്ടാവാട്ടോ. രണ്ടാമത്തെ ഏതാ? ഉണ്ടോ? രണ്ടാമത്തെ ഉണ്ടോ? കിട്ടിയോ? ഇല്ല, രണ്ടാമത്തെ ഇല്ല കേട്ടോ. ആ ഒറ്റൊന്നേ ഉള്ളൂ. ഇനി ഇതിൽ നോക്കി, ബി ഓപ്ഷനിൽ എത്ര തെറ്റുകളുണ്ട്? ബി ഓപ്ഷനിൽ എത്ര തെറ്റുകളുണ്ട്? ഒരു തെറ്റ്. അതിലൊരു തെറ്റാണ്. നോക്കാം, ഏതാണ് തെറ്റ്? യെസ്, അറാദ എന്നുള്ളതിൽ അലിഫ് അങ്ങനെ വരാൻ പാടില്ല. അറാദ എന്നുള്ളതിൽ അലിഫ് വരാൻ പാടില്ല. ഇനി മൂന്നാമത്തതില് അതിൽ എത്ര ഉണ്ട്? രണ്ടുള്ളത്. ഒന്നാമത്തെ ഏതാ? യദ്ഹബാനി എന്നുള്ളതും ഖദീമത്തൈ എന്നുള്ളതും. യദ്ഹബാനി തെറ്റാണ്. യദ്ഹബാൻ മതി. ഖദീമത്തൈനി എന്ന് വേണം. ഖദീമത്തൈ എന്ന് വേണം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ്. താഴെയുള്ളതിൽ നിന്നും ഭാഷാപരമായി ശരിയായത് തിരഞ്ഞെടുക്കുക. ഭാഷാപരമായി ശരിയായത് തിരഞ്ഞെടുക്കുക. ഇങ്ങനത്തെ വരുമ്പോൾ നമ്മൾ കുടുങ്ങി. വായിക്കണോ? വായിക്കാതിരിക്കായിരിക്കും നിങ്ങളെ കോൺസെൻട്രേഷൻ, ശ്രദ്ധ കിട്ടാൻ നല്ലത്. ബി ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഡി ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പം ശരിയായത് ബി, ഡി ഓപ്ഷനുകളാണ് വന്നിട്ടുള്ളത്. ബി ആണ് ശരിയായ ഓപ്ഷൻ. ബി ആണ് ശരിയായ ഓപ്ഷൻ. ബിയും ഡിയും വീണ്ടും വീണ്ടും വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ എന്നാല് ബിയിൽ എന്തേ തെറ്റുണ്ടോ? ഡി ഓപ്ഷൻ എഴുതിയ ആളുകൾ എന്തേ തെറ്റ് കണ്ടിരിക്കാം. നിങ്ങൾക്ക് ഉത്തരമൊക്കെ മാറിപ്പോയതായിരിക്കും. എന്തേ തെറ്റുണ്ടോ? ബിയിൽ എന്ത് തെറ്റുണ്ട് എന്ന് നോക്കാം. മതി, ബിയിൽ എന്ത് തെറ്റുണ്ട് പറഞ്ഞോടി. വേഗം പോണ്ടേ? ഇല്ലെങ്കിൽ ഇല്ല പറഞ്ഞാൽ മതി. ബിയിൽ എന്ത് തെറ്റുള്ളത്? ഇല്ലാന്ന് തോന്നുന്നു അല്ലെ? എന്നാ ഒന്നാമത്തെ എത്ര തെറ്റുണ്ട്? ഇസ്തമറ ബിനാഉ ഹാദിഹിൽ അൽമാറ ثلاثة قرون. ثلاثة قرون وانتهى في القرن التاسع في القرن التاسع عشر. ഒന്ന്. ഏതാ തെറ്റ്? അൽ അശ്ർ. അൽ അശ്ർ. അത്താസ്യ അൽ അശ്ർ, അത് തെറ്റാണ്. പിന്നെ രണ്ട് തെറ്റ് കണ്ടവരുണ്ട്. ഏതാ രണ്ടാമത്തെ തെറ്റ്? അവിടെ മാത്രം ആ താസ്യശ്ര താസ്യത്തശ്ര ആ ഒരു വ്യത്യാസമേ ഉള്ളൂ അല്ലെ? അതുവരെ 4 ഓപ്ഷനും ഒരു വ്യത്യാസമില്ല. ഓക്കെ, ഇനി മൂന്നാമത്തെ ഓപ്ഷനിൽ എന്താ തെറ്റ്? ഫിൽഖർനി താസ്യത്തശ്ര. താസ്യത്താന്ന് പാടില്ല. കർണ് മുതക്കറായതുകൊണ്ട് താസ്യാശ്ര.
പിന്നെ നാലാമത്തെ താസ അഷറത്ത എന്നുണ്ട്, എവിടെയോ അശറത്ത. സിറത്ത. പാടില്ല, അഷറ എന്നാണ് വേണ്ടത്. അടുത്ത ചോദ്യം. യുൻസബു ജംഉൽ മുദക്കരി സാലിം ബി. ജംഉ മുദക്കർ സാലിം എന്തുകൊണ്ട് നസ്ബ് ചെയ്യും? ജംഉൽ മുദക്കരി സാലിം നസ്ബ് ചെയ്യുന്നത് എന്തുകൊണ്ട്? കൊണ്ട്. ഫതഹത്ത്, യാഹ്, അലിഫ്, ഹസ്ബ്, നൂന്. എന്തുകൊണ്ടാണ്? ജംഉൽ മുദക്കർ സാലിം. ഓക്കെ, ജംഉ മുദക്കർ സാലിം അലിഫ് കൊണ്ട് നസ്ബ് ചെയ്യും എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് വന്നിട്ടുണ്ട്. ഉത്തരം നോക്കാം. ശരി ഉത്തരം യാൻ. എന്ന് പറഞ്ഞാൽ ബി ആണ് ശരിയായത്. എന്തുകൊണ്ടപ്പോ അങ്ങനെ മിസ്റ്റേക്ക് പറ്റിയത് നോക്കാം. ബി ആണല്ലോ വേണ്ടത്. ജമ്മു ദക്കർ സാലിബിന്റെ ഉദാഹരണം പറഞ്ഞാണ്. മുസ്ലിമീന. മുസ്ലിമീന, മുസ്ലിമൂന. മുസ്ലിമൂന. പിന്നെ മുഅ്മിനൂന. വേറെ ആലിം എന്നുള്ള പദം അങ്ങനെ ആക്കാൻ പറ്റുമോ? ആലിമൂന. ആലിമൂന. ആലിമൂന ആയിക്കോട്ടെ. ആലിമൂന എന്നുള്ള പദം കൂടെ ഉണ്ട്. അതിനെ നസ്ബ് ചെയ്യുന്ന ഒരു ഘട്ടം എങ്ങനെയാണ്? റഅയ്തു തന്നെ ആയിക്കോട്ടെ. റഅയ്തു ആലിമീന. റഅയ്തു ഫിൽ ഫാഇൽ, ആലിമീന മഫ്ഊൽ. ആലിമീന മഫ്ഊൽ. മഫ്ഊൽ നസ്ബാണ്, നസ്ബ് യാവ് കൊണ്ട്. ഇനി റഫ് എങ്ങനെ ഉണ്ടാവുക? ഹാദാ എന്നായിക്കോട്ടെ. ഹാദാ ആലിമൂന. ആലിമൂന. വാവ് കൊണ്ട്. വാവ് കൊണ്ട്. ഹൗലായി വേണല്ലേ. ഹൗലായി ആലിമൂന, റഅയ്തു ആലിമീന. ഇനി നളർത്തു ജർ ആയിക്കോട്ടെ. നളർത്തു ഇല ആലിമീന. നളർത്തു ഇല ആലിമീന. ആലിമികളിലേക്ക് ഞാൻ നോക്കി. നളർത്തു ഇല ആലിമീന. റെഡിയായി. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. റഅയ്തു ത്വാലിബാത്തി. അത്വാലിബാത്തു ഫിൽ ജുംലത്തി. ജുംലയിലെ ത്വാലിബാത്ത് എന്നുള്ളത് മൻസൂബത്തും ബിൽ ഫത്ഹ, മർഫൂഅത്തും ബിൽ അലിഫി വത്തായി, മൻസൂബത്തും ബിൽ കസ്റത്തി, മർഫൂഅത്തും ബിത്തായി. ഓക്കെ, മൻസൂബത്തുൻ ബിൽ കസ്റത്തി. കാരണം ത്വാലിബാത്ത് പോലെ ജംഉ മുഅന്നസ് സാലിമിന് റഅയ്തു പറയുമ്പോൾ ഇത് മഫൂലായി വരും. മഫൂലിന് നസ്ബ് കസ്റത്ത് കൊണ്ടാക്കുന്നു. അടുത്തത് മറർത്തു ബി ഈസ. ഈസ ഈസ മറർത്തു ബി ഈസ. ഈസ എന്ന കലിമത്ത് മജ്റൂറുൻ, ജർറാണ്. ബാവ് ജറിന് വന്നതുകൊണ്ട് അലാമത്തു ജദ്ദിഹി, അതിന്റെ ജറിന്റെ അടയാളം ഇവിടെ. ഈസ എന്ന് പറയുമ്പോൾ ഈസീന്നോ ഈസീന്നോ അങ്ങനെയൊക്കെ പറയണ്ടേ. അൽ കസ്റത്തുൽ ലാഹിറ, അൽ കസ്റത്തുൽ മുഖദ്ദറ, അൽ ഫത്ഹത്തുൽ ലാഹിറ, അൽ ഫത്ഹത്തുൽ മുഖദ്ദറ. മുഖദ്ദറ. യെസ്. അൽ ഫത്ഹത്തു അല്ല, അൽ കസ്റത്തു മുഖദ്ദറ. അൽ കസ്റത്തുൽ മുഖദ്ദറ. ഈസ കാഴ്ചക്ക് ഈസന്റെ അവസാനം കസ്റത്ത് ഇല്ലെങ്കിലും കാഴ്ചക്കില്ലെങ്കിലും അവിടെ ഉള്ളിലുണ്ട് എന്നർത്ഥം. ഓക്കെ, അവസാനം ഒരു ചോദ്യം കൂടിയാണ് ഉള്ളത്. അൽ ഉസ്ഫൂർ ഫൗഖ ഷജറത്തി. കിളി മരത്തിന് മുകളിലാകുന്നു. നൗൽ ഖബരി. ഇവിടെ മുബ്തദയും ഖബറും ചേർന്ന ജുംലയാണ്. ഖബർ ഏതാണ്? ഖബർ ഏത് പദാണ്? ഏത് പദാണ് ഖബർ? അല്ല, ഇതിൽ ഖബറായ പദം ഏതാണ്? ഇത് മുബ്തദയും ഇത് ഖബറാണോ? അല്ല, ഇത് ഖബറും അല്ല, ഇത് മുബ്തദയും ഇത് ഖബറാണോ? ഫൗഖ ഷജറത്തിയാണ് ഖബർ. ഓക്കെ, നൗൽ ഖബരി. ഖബർ ഏത് തരമാകുന്നു? ജുംലത്തുൻ ഫിഅലിയ, ജുംലത്തുൻ ഇസ്മിയ, ശിബ്ഹു ജുംലത്തിൻ, കലിമത്തുൻ മുഫ്രദ. ഏത് തരം? ശിബ്ഹു ജുംല. യെസ്, നോക്കാം. സി ആണ്. ശിബ്ഹ് ജുംലയാണ്. എല്ലാവരും അത് തന്നെയാണ് കമന്റ് ചെയ്തിട്ടുള്ളത്. ശിബ്ഹ് ജുംലയാണ്, അഥവാ ഭാഗിക വാക്യം. ശിബ്ഹ് ജുംല. ഓക്കെ, ജുംല അല്ലല്ലോ ഫൗഖ ഷജറ. അത് മുഫ്രദും അല്ല. ജുംലയുടെ വിപരീതം മുഫ്രദാണ്, ഒരു ഏകവചനം. അൽ ഉസ്ഫൂറു കബീറുന്നോ, കബീർ എന്ന് പറഞ്ഞിട്ട് ഒരു പദമല്ലല്ലോ. ഫൗഖ ഷജറ എന്ന് പറഞ്ഞാൽ ശിബ്ഹ് ജുംലയാണ്. ശിബ്ഹ് ജുംല രണ്ട് തരത്തിലുണ്ട്. ഏതൊക്കെയാണ് ശിബ്ഹ് ജുംലയുടെ തരങ്ങൾ? ഏതൊക്കെയാണ്? ജാർ മജ്റൂർ ആണ് ഒന്ന്. അടുത്ത ഏതാ? ഒന്ന് ജാർ മജ്റൂർ, രണ്ടാമത്തേത് വർഫ്. രണ്ട് ശിബ്ഹ് ജുംലകളാണ്, രണ്ട് തരങ്ങളാണ് ശിബ്ഹ് ജുംലക്കുള്ളത്. ഒന്ന് ജാർ മജ്റൂർ,
2 ലർഫ്. ഇവിടെ ഏതാ ഇനം? ലർഫ്. ലർഫാണ്. ഫൗക ഷജറത്തി എന്നുള്ളത് ലർഫാണ്. ഫൗക്ക്. ഇനി ഈ അർത്ഥത്തിൽ തന്നെ ഫൗക്കിനെ മാറ്റിയാൽ നമുക്ക് ജാർ മജ്റൂർ ശിബ്ഹ് ജുംലാക്കാം. എങ്ങനെ? അലഷജറ. ഷജറത്തി എന്നാക്കിയാൽ ജാർ മജ്റൂറിന്റെ ശിബ്ഹ് ജുംലാക്കാൻ പറ്റും. ഓക്കെ ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാം അല്ലെ. ഇൻഷാ അല്ലാഹ് ഇതുപോലെ ഓരോ ആഴ്ചയും ഓരോ സെഷനുകൾ ഉണ്ടാവും, സാധാരണ ഉണ്ടാവാറുണ്ട്. മാത്രമല്ല ഈ ആഴ്ച അതിന് പുറമെ നമ്മൾ കേട്ടിട്ട് സർവീസ് ഉള്ളവർക്ക് കേട്ടിട്ട് പരീക്ഷയ്ക്ക് വരികയാണല്ലോ, അതിന്റെ ഭാഗമായിട്ട് ഒരു 4-5 സൈക്കോളജി, പെഡഗോജി, ബലാഗ, അറൂദൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു 5 ഫ്രീ വെബിനാറുകൾ കൂടി സംഘടിപ്പിക്കാൻ തീരുമാനമായിട്ടുണ്ട്. അതൊരു ജൂൺ അടുത്ത വീക്കാണ് കഴിഞ്ഞിട്ട് 2-3 ദിവസത്തിനുള്ളിൽ അത് ഔട്ട് ചെയ്യും, ഏതൊക്കെയാണ് തീയതികൾ എന്നുള്ളത്. അപ്പം നമ്മുടെ ഈ ഗ്രൂപ്പിൽ ചേർന്ന ആളുകൾക്കൊക്കെ സൗജന്യമായിട്ട് ആ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റും. സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അവസാനിപ്പിക്കാം അല്ലെ. ഓക്കെ, ശുക്രാൻ, ജസാക്കുമുല്ലാഹു അഹ്സനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.